പറയാണ് അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു. രണ്ടാമത്തെ നിരയിൽ ഔലിയാക്കൾ ആത്മാക്കളും, മൂന്നാമത്തെ നിരയിൽ മോമിനീങ്ങൾ ആത്മാക്കളും, അതിന് പിന്നിലായി സാധാരണ ജനങ്ങളാത്മാക്കളും നിലകൊണ്ടു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും, അതിന് പിന്നിൽ മൃഗാത്മാക്കളും, പിന്നെ സസ്യാത്മാക്കളും, പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു. ഇവർ വിചാരിച്ചു ബാലിന്റെ സാസ് പോലെ അള്ളാഹ് ഒരു സാസ് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങ് ദൂരെ, അള്ളാഹ് എന്ത് ദൂരെ അള്ളാഹുവിന് അങ്ങനെ ഒരു ദൂരമുണ്ടോ അള്ളാഹുവിന് എന്ന് പറയാണ്. പെണ്ണുങ്ങൾ ദൂരെയായി പോയി. അള്ളാഹ് എന്താ സംഭവിച്ചതെന്നായിരിക്കും. ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിവില്ലായിരുന്നു. അള്ളാഹുവിന്റെ വലതുവശത്ത് മലക്കുകളും, അള്ളാഹ്ക്ക് വലതുവശത്തൊക്കെ സെലഫികളെ വാദം, അള്ളാഹുവിന്റെ വലതുവശത്ത് മലക്കുകളും അതിനെ തുടർന്ന് സ്വർഗീയ സ്ത്രീകളുടെ റൂഹുകളും സ്ഥാനം പിടിച്ചു. അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അള്ളാഹ് ഒരു മുഖം, ഇത് മുജാഹിദിന്റെ വാദമാണ്, സെലഫിന്റെ വാദം. അള്ളാഹ് കണ്ട് അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ല. മലക്കുകളും ആ പെണ്ണുങ്ങളും അള്ളാഹിന്റെ മുഖം കണ്ടില്ല. ഇവർ പറയാ ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുഖം കാണാൻ കഴിയാത്തത് കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയൂല. അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മുവക്കിലുകളുടെ ആത്മാക്കളായിരുന്നു. അവർ പിന്നീട് നബിമാരുടെയും ഔലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി. അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകളുടെ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലകൊണ്ട് ഇപ്പോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബ്ലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു. ഒരു പുതിയ അഖീദ പറയാണ് ഈ കള്ളത്തരീഖത്തുകാരൻ ചെയ്ത് പറയാണ്. അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളാത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണത്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഉണ്ടാവും. പിന്നെ വായിക്കുന്നില്ല. ഇതിൽ അള്ളാഹ് മണവാട്ടി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അതുപോലെ കടുത്ത തോന്നിവാസം, പച്ച കുഫ്ർ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുഫ്ർ. ഇത് തരീഖത്തിന്റെ ശൈഖാണ് പോലും, മുറബിയായ മുർശിദായ ശൈഖാണ് പോലും. ഇങ്ങനെ തരീഖത്തിന്റെ പേരിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട്. അങ്ങനത്തെ കക്ഷികളാണ് റാഫിളത്തിനെ പിന്തുടർന്നവരാണ് അവർ. റാഫിളത്തിന് ടീമുണ്ടായിരുന്നു. അബൂബക്കറുല്ലാഹിന്റെ പേഴ്ചപോയി, ഉമറുല്ലാഹിന്റെ പേഴ്ചപോയി ഇതൊക്കെ പറഞ്ഞവരാണ് അവർ. ആ റാഫിളത്തിനെ പിന്തുടർന്നവരാണ് അവർ. ആ റാഫിളത്താണ് അള്ളാഹ് കൈമാനും വലത്തുകൊടുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതാണ് സെലഫികളും പിന്തുടർന്നത്. ആ റാഫിളത്തിൽപ്പെട്ട ഒരു ടീമാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്തു. ഫഹുവൽ ഖാലിഖുസ് സാനി. അലി ഇബ്നു അബീ ത്വാലിബ് രണ്ടാം വർഷവനാണ്. അതന്നെയാണ് വ്യാജത്വരീഖക്കാരൻ കേരളത്തിൽ പാടിയത്. ആരാധികളെ പടച്ചോനെ, മടവൂരികളെ പടച്ചോനാണ്. ഇതൊക്കെ പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജത്വരീഖത്തുകളാണ്. അതിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയി പോകും കേട്ടോ.